മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണ്. കെപിസിസി ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് പേര് പ്രഖ്യാപിക്കുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഹൈക്കമാൻഡ് ഒറ്റ പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് മുദ്രവെച്ച കവറിലാക്കി AICC പ്രതിനിധി ദീപാദാസ് മുൻഷിക്ക് കൈമാറിക്കഴിഞ്ഞു. ദീപാദാസ് കവറുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടും കഴിഞ്ഞു. 63 MLA-മാർക്ക് മുന്നിൽ വെച്ച് കവർ തുറന്ന് ആ പേര് പ്രഖ്യാപിക്കും. കേരളം കാത്തിരിക്കുന്ന ആ പേര് ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളം നിൽക്കുന്നത്. ഒടുവിൽ VD സതീശന് നറുക്കു വീണതായി ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പറയുന്നുണ്ട്. KC വേണുഗോപാലിനെ ഫോൺ വിളിച്ച് രാഹുൽ ഗാന്ധി തീരുമാനം അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പ്രത്യേക ഫോർമുലയാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നതെന്നും ആരെയും ഒഴിവാക്കിയെന്ന സന്ദേശം നൽകാത്ത വിധത്തിലായിരിക്കും തീരുമാനമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനമടങ്ങിയ മുദ്രവെച്ച കവർ AICC പ്രതിനിധി ദീപാദാസ് മുൻഷിയുടെ കൈകളിൽ എത്തിയതോടെയാണ് ആ വലിയ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് KPCC ആസ്ഥാനത്ത് ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ വെച്ച് MLA-മാരെ ഈ തീരുമാനം അറിയിക്കുവാനാണ് ദീപാദാസ് മുൻഷിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിയമസഭാ കക്ഷിയോഗം നടക്കുന്ന അതേസമയം തന്നെ UDF-ലെ ഘടക കക്ഷി നേതാക്കളെയും ഹൈക്കമാൻഡ് തീരുമാനം ബോധ്യപ്പെടുത്തും എന്നും അറിയിക്കുന്നുണ്ട്. അതേസമയം VD സതീശന് നറുക്കു വീണുവെന്ന വാർത്തകൾ KC വേണുഗോപാൽ ക്യാമ്പ് തള്ളുന്നുണ്ട്. അവസാന നിമിഷം വരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് KC ക്യാമ്പ്. അതേസമയം അനുരഞ്ജനം എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ചിരിക്കാം എന്ന് അവർ കരുതുന്നുണ്ട്. അതേസമയം VD സതീശനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് KC വേണുഗോപാലിന്റേത്. എന്നാൽ അദ്ദേഹം ഡൽഹിയിലെ തന്റെ വസതിയിൽ തന്നെ തുടരുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയായാണോ അതോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണോ യോഗത്തിൽ പങ്കെടുക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. പ്രഖ്യാപനം വന്ന ശേഷം ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുമെന്ന സാധ്യതയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണയായി കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും വാർത്തകൾ ചോരാറുണ്ടെങ്കിലും ഇത്തവണ അത്യന്തം രഹസ്യാത്മകമായാണ് ഹൈക്കമാൻഡ് പ്രവർത്തിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയിലാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്നാണ് ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത്. നേതൃത്വത്തിനിടയിൽ ഭിന്നതകളുണ്ടെന്ന വാർത്തകളെ തള്ളിക്കൊണ്ട് നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ടീം UDF ആണെന്ന സന്ദേശം നൽകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു പേരിലേക്ക് മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും എത്താൻ സാധിച്ചിട്ടില്ല. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിന്റെ ഭരണത്തലവനെ കുറിച്ചുള്ള ഔദ്യോഗിക ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ ഘടകകക്ഷികളുടെ നിലപാടാണ് KC വേണുഗോപാലിന് തിരിച്ചടിയാകുന്നത്. കഴിഞ്ഞ ദിവസം UDF കൺവീനർക്ക് PJ ജോസഫ് നൽകിയ കത്തിൽ MLA-മാരിൽ നിന്നും മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് KC വേണുഗോപാലിന്റെ വഴി അടയ്ക്കുമോ എന്നാണ് ചോദ്യമുയർന്നിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി പദമെന്നും അവിടെ പുറത്തുനിന്ന് അഭിപ്രായം സ്വീകാര്യമല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. MLA-മാർ നിർദ്ദേശിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയാകുമെന്ന കീഴ്വഴക്കം ഇക്കുറി അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്.